നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വീഡിയോ പിടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ ആർഗ്യുമെൻറ്റിനെ പറ്റിയാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ആർഗ്യുമെൻറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? ഞാനും ആർഗ്യുമെൻറ്റ് പണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ആർഗ്യുമെൻറ്റ് നമ്മുടെ എനർജി ഫീൽഡ് ഉണ്ടാക്കുന്നതായ ഒരു പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. പൊതുവേ നമ്മളെല്ലാവരും ഒരു ന്യായമായ രീതിയിൽ സഞ്ചരിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ന്യായങ്ങൾ ചെയ്തു പോകണം, മറ്റുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് ന്യായങ്ങൾ തന്നെ ചെയ്യണം എന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ വിചാരിക്കുക. നമ്മൾ ന്യായങ്ങൾ പ്രവർത്തിക്കുന്നു, സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു, അതേപോലെ തിരിച്ചും മറ്റുള്ളവരിൽ നമ്മളത് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എത്ര പേര് അതേപോലെ തിരിച്ച് നമുക്കത് സത്യസന്ധമായ സമീപനം തരുന്നു എന്നുള്ളത് ഒരു വലിയൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ചുരുക്കം ആൾക്കാരാണ് തിരിച്ച് നമുക്ക് തരിക. അപ്പോൾ ഇന്നലെ ഞാൻ സുഹൃത്ത് ബന്ധത്തെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനപ്പോൾ വേറെ ടോപ്പിക്കിനെ പറ്റി പറയാമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്കൊരു ശരിയാണെന്ന് തോന്നുമല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിൽ ഉണ്ടാവുന്ന എനർജി ലോസ്, അതിനെപ്പറ്റിയാണ്. നമ്മൾ എനർജി എങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ധ്യാനമൊക്കെ ചെയ്ത് ജപമൊക്കെ ചെയ്ത് നല്ല ചാർജ് കയറ്റി വെക്കും ഉപാസകന്മാരായ ആളുകൾ. പക്ഷേ ചില ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം കാര്യം മനസ്സിലാവും. ഇപ്പോൾ ചില ആളുകൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കൂടിയുള്ള കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എവിടെ കണ്ടാലും എവിടെ ചെന്നാലും നെഗറ്റീവ് കമൻറ്റ് ഇട്ടേ അവർക്ക് ഉറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 4 ആളുകൾ എന്തെങ്കിലും ചീത്ത വിളിക്കണം, എന്നാലും അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത് സമൂഹം എന്ന് പറഞ്ഞാൽ പല പല ആളുകൾ കൂടി ചേർന്നാണ് സമൂഹം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവർക്ക് ഒരു കാര്യമില്ലെങ്കിൽ പോലും ചുമ്മാ വന്നിട്ട് അതിലൊക്കെ കയറിയിട്ട് കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുകൾ കയറി നോക്കി കഴിഞ്ഞാൽ സ്പിരിച്വൽ ചാനലൊക്കെ കാണാം. സ്പിരിച്വാലിറ്റി ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. അയാളുടെ അടുത്ത് എന്തെങ്കിലും കാര്യത്തിന് ആവണമെന്നില്ല. അവൻ്റെ എല്ലാ ചാനലിലും കയറി അങ്ങോട്ട് ചുമ്മാ കയറി കുറേ കമൻറ്റുകൾ അങ്ങോട്ട് തെറി വിളിക്കുക, അവമാനിക്കുക. ഇതൊക്കെ ഒരു രസമാണ് ആൾക്കാർക്ക്. സ്വാഭാവികമായിട്ടും ആൾക്കത് കാണുമ്പോൾ നമ്മൾ ഇത്രയും പാട് കഴിച്ചിട്ട് ഒരു ചാനലുണ്ടാക്കി അതിനകത്ത് കുറേ നല്ല നല്ല മെസ്സേജുകൾ ഇടുന്നു, നല്ല നല്ല ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്നിട്ട് കല്ലിടുമ്പോൾ, മണ്ണ് വരിടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ ദേഷ്യക്കാർക്കൊക്കെ തോന്നും. സ്വാഭാവികമാണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രതികരണം എന്ന് പറഞ്ഞ സാധനം അത് അവോയ്ഡ് ചെയ്യണം വേണ്ടത്. കാരണം ഇത് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള അനുഭവം എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവർക്കത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ച സമയത്ത്. ഇത് ഒരാളുടെ അല്ല, പലരുടെ അനുഭവമാണ്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ഉദാഹരണം. അപ്പോൾ എൻ്റെ ചാനലുകളും ഇതേപോലെയുള്ള ആളുകളൊന്ന് കമൻ്റ് ഇടാറുണ്ട്. പക്ഷേ അതിന് ഞാനൊരു എന്താ പറയുക, ഒരു 0 വാല്യൂവിലും കൊടുക്കാറില്ല. കാരണം അനർഹരായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ചാനലിൽ വന്ന് പറയാനുള്ളൊരു റൈറ്റ് ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ ആർക്ക് വേണമെങ്കിലും കയറി പബ്ലിക്കിന് കമൻറ്റ് ഇടാം. നമ്മളങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്, കമൻറ്റ് ഇടാനുള്ള ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു സംസ്കാരമാണ്, കൾച്ചറാണ്. ആക്ച്വലി അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിന് അത്ര എത്തിയിട്ടുള്ളൂ, ആ ആളുകൾ അത്രയും എത്തിയിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്, അവനില്ലെങ്കിലും നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈലൻ്റായിട്ട് അതിനെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് നേരിടുന്നു, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഇതേപോലെ നമ്മൾ ചിലപ്പോൾ നിങ്ങളൊരു ഉദ്യോഗസ്ഥനായിരിക്കാം, എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരിക്കാം. നിങ്ങളുടെ മുകളിൽ കുറേ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു ജോലി വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കുക? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നല്ലൊരു അപ്രീസിയേഷൻ ആയിരിക്കും അല്ലേ, ഒരു അനുമോദനം, നന്നായി ചെയ്തു, വെൽ ഡൺ, അങ്ങനത്തെ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒന്നുമില്ല നല്ലൊരു ചിരി മേൽദിവസത്തിൻ്റെ അടുത്ത്. പക്ഷേ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നത് വളരെ ഒരു മോശപ്പെട്ട വാക്കുകളായിരിക്കും. ഇതേപോലെ സമാനമായ മോശമായ വാക്കുകൾ, ഇൻസൾട്ട് ചെയ്യുന്ന പോലത്തെ വാക്കുകളായിരിക്കും. അല്ലെങ്കിൽ ഇതൊന്നും പോരാ, ഇതൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ ഒരു ആക്രോശം, അല്ലെങ്കിൽ അയാളുടെ ഒരു ഭയങ്കരമായൊരു ചീത്ത പറച്ചിലായിരിക്കും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായ ഒരു സാധനം ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു സംഗതി, അതിന് വളരെയധികം വാല്യൂ ഉണ്ട്. കാരണം ഞാനിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അനുഭവം, എല്ലാവർക്കും ഉണ്ടാവും. ഒരാൾക്കും ഇല്ലാത്ത അനുഭവം ഇല്ലാത്ത ആരും ഉണ്ടാവില്ല.
അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം, എങ്ങനെ നമ്മളതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളതിനെ റിലീസ് ചെയ്ത് കളയണം. നമ്മൾ ആ സമയത്ത് പ്രതികരിക്കരുത്. പ്രതികരണം നമ്മൾ ചെയ്യരുത്. ആ പ്രതികരണം ചെയ്യുമ്പോൾ അവരുടെ മുകളിൽ നമുക്കൊരു ആർഗ്യുമെൻ്റാണ് ഉണ്ടാവുക. നമ്മളെന്തെങ്കിലും പറയുന്നു, തിരിച്ച് അയാൾ ഇങ്ങോട്ട് വരുന്നത്. ഓൾറെഡി അയാൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ അതിനുള്ള മറുപടി പറയുന്നു, അങ്ങനെയല്ല ഇങ്ങനെയല്ല അതിൻ്റെ കുറേ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ചെയ്യുമ്പോൾ തിരിച്ച് അയാൾക്ക് വീണ്ടും ദേഷ്യം കയറുന്നു. അയാൾ നമ്മളെ ചീത്ത പറയുന്നു, വീണ്ടും നമ്മുടെ മനസ്സ് കേടാവുന്നു. അതിനേക്കാളും നല്ലതല്ലേ ആ പറയുന്ന ആൾക്ക് ഒരു ബോധവും വിവരമില്ലാന്ന് നമ്മൾ ഉള്ളിലാണ് വിചാരിക്കുക, അടിച്ചിരിക്കുക. മൗനം വിദ്വാന ഭൂഷണം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു തത്വത്തിലേക്ക് വരിക. ഇതല്ലേ നല്ലത്, നിങ്ങൾ നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ ഒരു തർക്കം ഒഴിവായി. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും ഇതേ സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. ഭർത്താവ് ചിലപ്പോൾ ഭാര്യനെ ചീത്ത വിളിക്കുന്നു, ഭാര്യനെ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഭർത്താവ് അപ്പോൾ വന്നിട്ട് എന്ത് ഭക്ഷണമാണ്, ഉപ്പില്ല മുളകില്ല, എന്താണ് നീ ആ അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണുണ്ടാക്കുന്ന ഭക്ഷണം നോക്കൂ, അല്ലെങ്കിൽ ആ ഹോട്ടലിലെ ഭക്ഷണത്തെ പറ്റി നോക്കൂ, എന്ത് ടേസ്റ്റാണ്, ഇതിനെന്താണ് ടേസ്റ്റ് ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഭാര്യയുടെ മനസ്സെന്തായിരിക്കും? അതൊരു ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. കാരണം അത്രയും കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്നൊരു ഭാര്യയായിരിക്കും. വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു ഫുഡ് ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു പീഡനം തന്നെ പറഞ്ഞത്, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ നിങ്ങളെ സമയത്ത് നിങ്ങൾ ആ ഒരു സാധനത്തിന് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ആർഗ്യുമെൻറ്റോ ദേഷ്യമോ തിരിച്ചു വരുന്ന സാധനത്തിന് നിങ്ങൾ റിലീസ് ചെയ്ത് കളയണം. റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ചില ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിരലുകൾ ഇങ്ങനെ താഴേക്കാക്കി പിടിച്ചിട്ട് റിലീസ് റിലീസ് റിലീസ്. ആ സമയത്ത് നിങ്ങൾ ദേവിയെയോ ശിവനെയോ മുരുകനെയോ ഒക്കെ മനസ്സിൽ വിചാരിക്കുക, സങ്കല്പിക്കുക. നിങ്ങളുടെ കൂടെ അതുണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ വിരലുകൾ താഴേക്ക് മദർ എർത്തിലേക്ക്. നമ്മുടെ അമ്മ എന്നുള്ള ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഭൂമിദേവിയാണ്. അപ്പോൾ ഭൂമിദേവി നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നത് ഭൂമി തന്നെയാണ്. നിങ്ങളൊരു മാലിന്യം ത്രോ ചെയ്യണമെങ്കിൽ അത് കൈനീട്ട് മേടിക്കാറാണ് ഭൂമിദേവിയാണ്. അതേപോലെ നമ്മൾ ഇരിക്കുന്നത് എന്ത് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ താങ്ങണാറാണ് ഭൂമിദേവിയാണ്. അപ്പോൾ ഇതേപോലെ ഇത്തരം കാര്യങ്ങൾ ഭൂമിദേവിയിലേക്ക് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് റിലീസായി പോകും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹീലിംഗ് പരിപാടികളൊന്നും ചെയ്യേണ്ട. നിങ്ങളൊരു പ്രാക്ടീസ് നിങ്ങൾ ആക്കിയെടുക്കുക. നിങ്ങൾ ഡെയിലി ചെയ്യുന്ന മാതിരി ഇത് പ്രാക്ടീസ് ആക്കി എടുക്കുക. അതേപോലെ ഡെയിലി പ്രശ്നങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ എന്നുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. നിങ്ങളൊന്ന് പരീക്ഷ വയ്ക്കും. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഇതേപോലെയുള്ള ട്രോമാസ്, കുറേ കാര്യങ്ങൾ, ഡിപ്രഷൻ, ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.